ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഉണക്കമീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ഉണക്കമീൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ? അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തതും, കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തതും, 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സായി വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തി ആ പിഴിഞ്ഞ് എടുത്ത വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മീൻ നല്ല ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉണക്കമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ കിളിമീൻ, ഉണക്ക കിളിമീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് ചില സ്ഥലങ്ങളിലൊക്കെ പുതിയാപ്പിളക്കോര എന്നും പറയും. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി തിളച്ച് വെന്ത് കുറുകി വരട്ടെ. ഇനി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ഉണക്ക കിളിമീൻ കറി ഇവിടെ റെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.